അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നോമ്പിനെ ബാത്തിലാക്കുന്ന രണ്ടാമത്തെ കാര്യം അൽ ഇസ്തിംനാഉ, സ്വയം ഭോഗം ചെയ്യുക, മനയ്യ് പുറപ്പെടുവിക്കുക. സ്വയം മുഷ്ടിമൈഥുനം നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഭാര്യയുടെ കരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ ഇന്ദ്രിയം പുറപ്പെടുവിച്ചാൽ അവന്റെ നോമ്പ് ബാത്തിലായി പോകുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ശരീരത്തിൽ മറയില്ലാതെ, വസ്ത്രത്തിൻ്റെയോ മറ്റോ മറ കൂടാതെ നഗ്നമായ ശരീരത്തിൽ പരസ്പരം സ്പർശിക്കുകയോ അല്ലെങ്കിൽ ചുംബനം കൊടുക്കുകയോ അല്ലെങ്കിൽ സഹശയനം കൂടെ കിടക്കുകയൊക്കെ ചെയ്ത് സ്ഖലനം സംഭവിച്ചാൽ അക്കാരണത്താലും നോമ്പ് ബാത്തിലായി പോകുന്നതാണ്. എന്നാൽ ഒരു ഭാര്യയും ഭർത്താവും ശരീരത്തിൽ വസ്ത്രത്തോടുകൂടെ ഒരു മറയോടുകൂടെ പരസ്പരം ചുംബിക്കുകയോ സ്പർശിക്കുകയോ സഹശയനം നടത്തുകയൊക്കെ ചെയ്തു, അക്കാരണത്താൽ സ്ഖലനം സംഭവിച്ചാൽ നോമ്പ് ബാത്തിലാവുകയില്ല. അതുപോലെ തന്നെയാണ് തൊട്ടാൽ വുളൂ മുറിയാത്തവരെ, അഥവാ ഉമ്മ അതുപോലെ പെങ്ങൾ, അവരൊക്കെ തൊട്ടു സ്ഖലനം സംഭവിച്ചാൽ അതുകൊണ്ടും നോമ്പ് ബാത്തിലാവുകയില്ല. അവിടെ മറയുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഒരിക്കലും നോമ്പ് ബാത്തിലാവുകയില്ല. എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ സ്വയംഭോഗമൊന്നും നടത്തിയില്ല, പക്ഷേ അയാൾക്ക് സ്വപ്നസ്ഖലനമുണ്ടായി, അല്ലെങ്കിൽ ഉണർവിൽ തന്നെയാണ് അദ്ദേഹം ലൈംഗികമായോ മറ്റോ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നു, അക്കാരണത്താൽ അയാൾക്ക് സ്ഖലനമുണ്ടായി. എന്നാലും ഈ രണ്ട് രൂപത്തിലും നോമ്പ് ബാത്തിലാകുന്നതല്ല. എന്നാൽ റമദാൻ മാസത്തിൽ നോമ്പെടുത്ത് അനാവശ്യമായ ചിന്തകൾ കൊണ്ടുവന്നാൽ നോമ്പ് ബാത്തിലാവുകയില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതേസമയം റമദാൻ മാസത്തിന്റെ നോമ്പിന്റെ യഥാർത്ഥ പവിത്രത അവന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.